ഈ സൂര്യക്ക് ഇത് എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ താരരാജാക്കന്മാരായ വിജയും അജിത്തും ഒരു കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഹിറ്റോടെ ഹിറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സൂര്യ. മലയാളത്തിൽ ദിലീപേട്ടനെ പോലെയായിരുന്നു സൂര്യ അവിടെയും. 2001-നും 2010-നും ഇടയ്ക്ക് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? സൂര്യയുടെ ഓരോ വർഷം ഇറങ്ങുന്ന ഒരു സിനിമയെങ്കിലും ഹിറ്റ് അടിക്കാതെ പോയിട്ടില്ല. അതിൽ പലതും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളും. സൂര്യ വെറും ഒരു എന്റർടൈനർ മാത്രമായിരുന്നില്ല, അസാധ്യ നടനും കൂടിയായിരുന്നു. ഒരു സമയത്ത് ഒരു ജനറേഷനെ മുഴുവനും അയാളുടെ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥയോ? 13 വർഷമായിട്ട് ഒരു ഹിറ്റ് പോലും ഇല്ലാത്തൊരു നടൻ. എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? എല്ലാരും പറയുന്ന സിംഗം 3-ക്ക് ശേഷമാണ് സൂര്യക്ക് അടിതെറ്റിയതെന്ന്. പക്ഷെ ഞാൻ പറയും സൂര്യക്ക് അടിതെറ്റാൻ തുടങ്ങിയത് 2010 മുതലാണ്. അതിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരാം. ഈ വീഡിയോയിൽ സൂര്യ എന്ന നടനെ കുറിച്ച് സംസാരിക്കുന്നില്ല. സൂര്യ എന്ന താരത്തിന് എന്ത് സംഭവിച്ചു? സൂര്യ എന്ന താരത്തിന് എവിടെ വെച്ചാണ് പിഴച്ചത്? വെൽക്കം ടു സ്റ്റോറി ടെയിൽസ്. രണ്ടായിരത്തി സിംഗത്തിന് ശേഷം രാം ഗോപാൽ വർമ്മയുടെ സംവിധാനത്തിലെത്തിയ രക്തചരിത്ര എന്നൊരു സിനിമ ഇറങ്ങി. സത്യം പറഞ്ഞ സൂര്യ ഫാൻസ് പോലും ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. എന്തിന് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയോന്ന് പോലും അവർ അതിശയിച്ചു പോകും. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ ഒരു പടം തന്നെയായിരുന്നു അത്. ആ സിനിമ ബോംബായതോടെ സൂര്യ വീണ്ടും സൂര്യയുടെ പഴയ പോളിസി ഫോളോ ചെയ്തു. അതായത് തനിക്ക് ഹിറ്റ് തന്ന ഒരു സംവിധായകന്റെ കൂടെ വീണ്ടും ഒന്നിക്കുക. അങ്ങനെ AR മുരുകദോസ് ഒരു സ്ക്രിപ്റ്റുമായി സൂര്യയുടെ അടുത്തെത്തി. 7ാം അറിവിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. തീർച്ചയായിട്ടും വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു അത്. സൂര്യയുടെ അഭിനയമായാലും ഡയറക്ഷനിലായാലും പാട്ടുകളായാലും എല്ലാം ഗംഭീരം. സൂര്യയുടെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു അത്. ഒന്ന് പാളിപ്പോയാൽ വലിയൊരു ട്രോൾ മെറ്റീരിയൽ ആവേണ്ട സാധനം തന്റെ അസാധ്യ കഴിവ് മൂലം അദ്ദേഹം ഗംഭീരമാക്കി മാറ്റി. പക്ഷേ ഒരുപാട് സയൻസും കാര്യങ്ങളൊക്കെ അതിലുള്ളത് കൊണ്ട് തമിഴ്നാട്ടിലും തമിഴ് ഓഡിയൻസിനും അത് വർക്കൗട്ടായില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു കൊമേഴ്ഷ്യൽ സക്സസ് തന്നെയായിരുന്നു ആ സിനിമ. അങ്ങനെ 2012-ൽ സൂര്യ ആ പോളിസി വീണ്ടും ആവർത്തിച്ചു. അയൺ എന്ന തന്റെ കരിയറിലെ എക്കാലത്തെ മികച്ച ഹിറ്റ് തന്ന KV ആനന്ദിന്റെ കൂടെ ഒരു സിനിമ, മാട്രാൻ എന്ന സിനിമ. അതിലും ഒരുപാട് സയൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും അത് വർക്കായില്ല. ക്ലൈമാക്സിൽ സൂര്യയുടെ അച്ഛൻ വന്നിട്ട് ഈ 10 തന്തയ്ക്കുണ്ടായതാണെന്ന് പറയുന്ന സീനൊക്കെ തിയേറ്ററുകളിൽ കൂവി വിളിയുടെ അഭിഷേകമായിരുന്നു. എന്നെയും ചേർത്ത് 10 പേർക്ക് ജനിച്ചവനാണാ നീ. മൈ ഡിയർ മോനെ, മൊത്തം 10 അച്ഛന്മാർക്കുണ്ടായ സന്തതിയാടാ നീ. വീണ്ടും സൂര്യ ആ പോളിസി തന്നെ ഫോളോ ചെയ്തു. 2013-ൽ മാട്രാനും ഫ്ലോപ്പായതോടെ സൂര്യ ഇനി എക്സ്പെരിമെന്റൽ സിനിമയൊന്നും വേണ്ട, സയൻസും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് നേരെ വീണ്ടും മസാല പടങ്ങളിലേക്ക് ചാടി. അങ്ങനെ 2013-ൽ ഹരിയുടെ കൂടെ സിംഗത്തിന്റെ 2ാം ഭാഗത്തിന് ഡേറ്റ് നൽകി. സിംഗം 2 വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയായിരുന്നു. സൂര്യയുടെ കരിയറിൽ ആദ്യത്തെ 100 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ടത് ആ സിനിമയിലൂടെയാണ്. 2014-ൽ സൂര്യയുടെ അനിയനായ കാർത്തിക്ക് പയ്യ എന്ന ബ്ലോക്ക് ബസ്റ്റർ കൊടുത്ത ലിംഗുസ്വാമിയുടെ കൂടെ സൂര്യ ഒന്നിക്കുന്നു. അഞ്ചാൻ എന്ന സിനിമയായിരുന്നു അത്. ആ സിനിമയെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയത് മുതൽ ഫാൻസിന്റെ ഒരു ആവേശം ആകാശത്തോളം എത്തി. കുറച്ചു നാളിന് ശേഷം ഒരു കലക്കൻ ടീസറും അവരിറക്കി. പിന്നീട് അതിലെ പാട്ടുകളും സാമന്തയും കൂടി വന്നപ്പോൾ ആ സിനിമയുടെ ഹൈപ്പ് വാനോളം ഉയർന്നു. വളരെ പ്രതീക്ഷയോടെയാണ് അവർ ആ സിനിമ ഇറക്കിയത്. പക്ഷെ സിനിമ റിലീസായതിനു ശേഷം അവരെ കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റി. ഗംഭീര ഫസ്റ്റ് ഹാഫ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് ഫാൻസിന് പോലും ഇഷ്ടമായില്ല. ഇന്റർവെൽ ഒരു ഗംഭീര പഞ്ചിൽ അവസാനിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫ് മുഴുവനും രാജുബായിന്റെ റിവഞ്ച് മാത്രമായപ്പോൾ പ്രേക്ഷകർക്കും ഫാൻസിനും അത് ഒട്ടും ദഹിച്ചില്ല. വളരെ മോശം സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ആണെന്നാണ് അന്ന് പുറത്തു വന്ന റിവ്യൂകൾ പറഞ്ഞത്. അജിത്തിന് എക്കാലത്തെയും മികച്ചൊരു ബ്ലോക്ക് ബസ്റ്റർ നൽകിയ മങ്കാത്തയുടെ സംവിധായകനായ വെങ്കട് പ്രഭുവിന്റെ കൂടെ സൂര്യ ഒന്നിക്കുന്നു. തീർച്ചയായിട്ടും വീണ്ടും ഫാൻസിന് ആവേശം കയറി. അഞ്ചാനിലുണ്ടായ ക്ഷീണം മാസ് എന്ന വെങ്കട് പ്രഭുയുടെ സിനിമയിലൂടെ തീർക്കാമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ വെങ്കട് പ്രഭുവിന്റെ കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു വശത്ത് മങ്കാത്ത, മാനാട് പോലത്തെ അടിപൊളി സിനിമകൾ, മറുവശത്ത് ഗോട്ട്, മാസ് പോലത്തെ അറം പറ്റിയ സിനിമകൾ. ഇദ്ദേഹം ശരിക്കും ആരാണ്? മാസ് എന്ന സിനിമയിൽ ഫാമിലിക്ക് പോയിട്ട് ഫാൻസിന് പോലും ആഘോഷിക്കാൻ പറ്റിയ ഒരു ഐറ്റം പോലും വെങ്കട് പ്രഭു ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു. എന്തിനോ വേണ്ടി എടുത്ത ഒരു ലോജിക്കും ഇല്ലാത്ത വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ ഇറക്കിയ ഒരു സിനിമ പോലെ ഉണ്ടായിരുന്നു അത്. അങ്ങനെ ആ സിനിമയും തീർച്ചയായിട്ടും പാളി. 2015-ൽ തന്നെ പസങ്ക 2 ഇറങ്ങി. പക്ഷെ അതിൽ ഒരു ക്യാമിയോ റോള് മാത്രമായിരുന്നു സൂര്യക്ക് ഉണ്ടായിരുന്നത്. ആ സിനിമ ഹിറ്റായെങ്കിലും അതുകൊണ്ട് സൂര്യക്ക് വലിയൊരു നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫാമിലി ഓഡിയൻസിനെ തിരിച്ചു പിടിക്കാൻ ചെയ്ത സിനിമയായിരിക്കാം ചിലപ്പോൾ അത്. അങ്ങനെ 2015 കടന്നുപോയി. 2016 എത്തി നിൽക്കുമ്പോൾ വിക്രം
കെ കുമാർ എന്നൊരു സംവിധായകൻ ഒരു ടൈം ട്രാവൽ സ്ക്രിപ്റ്റുമായിട്ട് സൂര്യയുടെ അടുത്ത് വന്നു. സൂര്യക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ സിനിമ താൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളാമെന്നും സൂര്യ വിക്രമിന് വാക്ക് കൊടുത്തു. അങ്ങനെ 24 എന്ന ആ സിനിമ റിലീസായി. സൂര്യ അതിൽ 3 കഥാപാത്രങ്ങളായിരുന്നു ചെയ്തിരുന്നത്. 3ഉം വളരെ വ്യത്യസ്തമായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സൂര്യ എന്ന നടനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആത്രയ എന്ന ആ വില്ലൻ കഥാപാത്രം സൂര്യ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് തോന്നുന്നില്ല വേറൊരു നടനും ആ ഒരു കഥാപാത്രം ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അത്രയും കിടിലം ഒരു വില്ലൻ തന്നെയായിരുന്നു അത്. സത്യം പറഞ്ഞ റോളക്സിന് മേലെയായിരുന്നു ആത്രയ. 24 എന്ന സിനിമ തീർച്ചയായിട്ടും ഒരു മികച്ച സിനിമ തന്നെയാണ്. ഇന്നും ഔട്ട്ഡേറ്റഡ് ആവാത്ത ഒരു സിനിമ തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇതിലും ഒരുപാട് സയൻസും കാര്യങ്ങളും വന്നതുകൊണ്ട്, ഇത് ആലോചിക്കാനുള്ള ബ്രെയിൻ ഇല്ലാത്തത് കൊണ്ടും അന്നത്തെ സൊസൈറ്റി ഈ സിനിമയെ സ്വീകരിച്ചില്ല. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും കിട്ടിയെങ്കിലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. എങ്ങനെയാണ് തകർന്നടിഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ ഇവർക്ക് ഇഷ്ടപ്പെടാത്തതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് എല്ലാവരും വന്നിട്ട് അണ്ടർ റേറ്റഡ് ജമ്മാണെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. അന്ന് ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട് അത് വിജയിപ്പിക്കണമായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ ഈ സിനിമ അന്ന് തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. അങ്ങനെ ആ വർഷവും സൂര്യക്ക് പാളി. 2017 വീണ്ടും സയൻസ് ഒക്കെ വിട്ട് വീണ്ടും ഒരു മാസ് പടം, അതും ഹരിയുടെ കൂടെ തന്നെ. സിംഗം 2 ശേഷം സിംഗം 3. ഒരു ആവശ്യമില്ലായിരുന്നു. സത്യം പറയല്ലോ, ഒരു ആവശ്യമില്ലാത്ത ഒരു കൂറപ്പടം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, എന്തിനോ വേണ്ടി എഴുതിയ പാട്ടുകൾ. ഇത്രയും വെളിച്ചം എന്തിനാണ് ഈ സിനിമയ്ക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എവിടെ നോക്കിയാലും വെളിച്ചത്തോടെ വെളിച്ചം, കണ്ണടിച്ചു പോണ വെളിച്ചം. അങ്ങനെ അതും പാളിപ്പോയ സൂര്യ 2018 പഴയ സംവിധായകരുടെ മേക്കിംഗ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയെന്നും പറഞ്ഞ് പുതിയ യൂത്തൻ സംവിധായകർക്ക് ഒരു അവസരം കൊടുക്കുന്നു. അങ്ങനെ വിഘ്നേഷ് ശിവൻ ഒരു ബോംബുമായി കടന്നു വന്നു, ബോംബിട്ട് പൊട്ടിച്ചു, അതേപോലെ തന്നെ തിരിച്ചുപോയി. വിഘ്നേഷ് ശിവന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മെഗാ ഫ്ലോപ്പ്. കുട്ടിക്കളിയെല്ലാം മാറ്റാം, ഇനി കുറച്ച് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ചെയ്യാമെന്നും പറഞ്ഞ് സെൽവരാഘവന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നു. ഈ സിനിമ എനിക്ക് ഇതുവരെ കണ്ടു തീർക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. NGK എന്നാണ് സിനിമയുടെ പേര്. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. 2019 KV ആനന്ദ് പണ്ട് തേന്മാവിൻ കുമ്പത്തും മിന്നാരമെടുത്ത ബന്ധത്തിൽ ലാലേട്ടനെ ഒരു സിനിമ ചെയ്യാൻ വിളിക്കുന്നു. അങ്ങനെ ലാലേട്ടന് നരേന്ദ്രമോദിയുടെ ബയോഗ്രഫി ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു, അതും തമിഴിൽ. നരേന്ദ്രമോദി ഉണ്ടെങ്കിലും സൂര്യയായിരുന്നു പ്രധാന കഥാപാത്രം. പടം 8 നിലയിലല്ല, 16 നിലയിലുമല്ല, 32 നിലയിൽ പൊട്ടിത്തള്ളി. ഈ സിനിമയും കുറിച്ചും എനിക്കൊന്നും പറയാനില്ല. എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ സിനിമ. പിന്നെ ദാ കടന്നു വരുന്നു 2020. സൂര്യ എന്ന നടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ആ ഒരു സിനിമ. സൂര്യ റിപ്പോർട്ടർ പടം ഗംഭീര സിനിമ, ഒന്നും പറയില്ല, വേറെ ലെവൽ, നാഷണൽ ലെവൽ സിനിമ. പക്ഷെ ഇവർക്ക് പറ്റിയ വലിയൊരു ആന മണ്ടത്തരമുണ്ട്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെ ആയിരുന്നു അത്. ഇജാതി സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് ആക്റ്റീവ് ആവുന്നവരെ കാത്തിരിക്കാതെ ഡയറക്റ്റ് OTTയിൽ അങ്ങ് റിലീസ് ചെയ്ത് കളഞ്ഞു. എന്തിനായിരുന്നു ഇത്ര തിടുക്കം? തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ സൂര്യ എന്ന നടന്റെ ഗംഭീര തിരിച്ചുവരവാവേണ്ട സിനിമയായിരുന്നു അത്. ചെറിയ നഷ്ടമല്ല അത്, വളരെ വൻ നഷ്ടം തന്നെയാണ് ആ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. തൊട്ടടുത്ത വർഷം 2021 വീണ്ടും ഒരു അസാധ്യ പടമായിട്ട് സൂര്യ വന്നു, ജയ് ഭീം എന്ന സിനിമ. അതിനെക്കുറിച്ചൊന്നും പറയില്ല, ഗംഭീര തിരിച്ചുവരവ് തരേണ്ട സിനിമ തന്നെയായിരുന്നു ജയ് ഭീം. ഈ 2 സിനിമകളും ഓസ്കാർ ലെവലിൽ എൻട്രി ലഭിച്ച സിനിമകളാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം ഇതിന്റെയൊക്കെ റേഞ്ച്. ഇത് രണ്ടും തിയേറ്ററിൽ ഇറക്കിയിരുന്നെങ്കിൽ സൂര്യക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രഭാതം, ആ ഒരു സുവർണ്ണ കാലഘട്ടം വീണ്ടും തിരിച്ചു പിടിക്കാമായിരുന്നു. ഇത് OTTയിൽ ഇറക്കാനുള്ളത് ആരുടെ തീരുമാനമാണെന്ന് അറിയത്തില്ല. 2 സിനിമയിലും സൂര്യ ഉള്ളത് കൊണ്ട് സൂര്യയാണോ ആ തീരുമാനം എടുത്തതെന്നും അറിയത്തില്ല. പക്ഷെ വലിയൊരു മണ്ടത്തരം തന്നെയായിരുന്നു ആ തീരുമാനം. സൂര്യക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഫാമിലി ഓഡിയൻസിന് തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് സൂര്യ നഷ്ടപ്പെടുത്തിയത്. ഇന്നും വലിയൊരു റിഗ്രറ്റ് ആയിട്ട് സൂര്യ ഫാൻസിന് അത് ഇന്നുമുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സൂര്യ ഫാൻസിന് അത് വലിയൊരു അടി തന്നെയായിരുന്നു. തൊട്ടടുത്ത വർഷം 2022 ഇറങ്ങിയ സിനിമയാണ് എതിർക്കും തുണിന്തവൻ. സത്യം പറഞ്ഞാൽ വിശാലിന്റെ റേഞ്ചിലുള്ള നടന്മാർ ചെയ്യേണ്ട സിനിമയാണ് സൂര്യ കയറി ചെയ്തത്. ഒരു ഔട്ട്ഡേറ്റഡ് ആയ കണ്ടന്റിന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മേക്കിങ്ങും വെച്ച് കുഴച്ചപ്പം പടം ബോക്സ് ഓഫീസിൽ ആറ്റം ബോംബായി മാറി. 2022 ഏറ്റവും വലിയ ഡിസാസ്റ്റർ തന്നെയായിരുന്നു എതിർക്കും തുണിന്തവൻ. അതിന്റെ ക്ഷീണം മാറ്റാനായി ഒരു 3 മാസത്തിന് ശേഷം ഒരു സിനിമ ഇറങ്ങി. ഒരു ചെറിയൊരു ക്യാമിയോ റോള് ചെയ്യാനായി ലോകേഷ് കനകരാജ് സൂര്യയെ പോയി കണ്ടു. സൂര്യക്ക് സത്യം പറഞ്ഞാൽ ആ റോളിനോട് അത്ര താല്പര്യമില്ലായിരുന്നു. എന്നാലും കമലഹാസൻ സാറിന്റെ നിർബന്ധം മൂലം സൂര്യ ആ കഥാപാത്രം ഏറ്റെടുത്തു. പിന്നീട് നടന്നത് ചരിത്രം. സൂര്യ സ്വപ്നത്തിൽ പോലും കാണാത്തത്ര വരവേൽപ്പാണ് ഇന്ത്യൻ സിനിമ മുഴുവനും ആ കഥാപാത്രത്തിനോട് കാണിച്ചത്. വെറും 10 മിനിറ്റ് കൊണ്ട് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ ഒരു ക്യാമിയോ. പിന്നീട് 2.5 വർഷത്തിന്റെ ഹൈപ്പിനും പ്രൊമോഷനും ശേഷം ഒരു സിനിമ. ഇതൊരു സിനിമയാണോ? ശിവയുടെ കങ്കുവ. ഇത് എന്തുവാ?
ഇത്രയും മികച്ച നടനായ സൂര്യയ്ക്ക് പോലും ഇത്രയും ട്രോളുകൾ വാരി കൊടുത്ത വേറൊരു സിനിമ ഇത്രയും വർഷത്തിനിടയിൽ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞ ശിവയ്ക്ക് മനസ്സിലായി പടം പൊട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ സമയത്തൊന്നും ശിവ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. ശിവ ഒന്നും മിണ്ടാത്തത് കൊണ്ട് ആ ജോലി സൂര്യ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ സൂര്യ നിന്ന് തള്ളലോടെ തള്ളല്. Any creator, any director in Indian film industry வாய பொளந்து பார்க்க போறாங்க. ഇതാണോ വായും തുറന്നിരുന്ന് കാണാൻ പോകുന്നത്? ഈ നിലവിളിയ അതും സൂര്യക്ക് വലിയൊരു ദുരന്തമായി മാറി. ഇതുപോലൊരു ദുരന്തം 10-15 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇത് സൂര്യ എന്ന താരത്തിനെ മാത്രമല്ല, സൂര്യ എന്ന നടന് പോലും ഊക്ക് വാങ്ങിക്കൊടുത്ത ഒരു സിനിമയാണ്. അതിന് കാരണമായ ശിവയ്ക്ക് 1000 നന്ദി. പിന്നെയും ഫാൻസ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് കാർത്തിക് സുബരാജിന്റെ റെട്രോ. എന്തൊക്കെ വന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ആ സിനിമയ്ക്ക് ഉണ്ടാവുമെന്നും ഫാൻസ് പ്രതീക്ഷിച്ചിരുന്നു. പടം ഇറങ്ങി ഗംഭീര ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു മിനി KGF-ന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് തിരികെ കയറ്റിയപ്പോൾ പടം വീണ്ടും പാളി. പിന്നീട് ക്ലൈമാക്സ് രംഗത്തിലെ എല്ലാവരുടെയും ചിരിയും കൂടി ആയപ്പോൾ പടം പൂർത്തിയായി. അടുത്ത് ഇറങ്ങാൻ പോകുന്ന ബാലാജിയുടെ സിനിമ ഫാൻസ് പോലെ ഉപേക്ഷിച്ച മട്ടിലാണ്. നമുക്കൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതായിരിക്കാം സൂര്യക്ക് തിരിച്ചുവരവ് കൊടുക്കാൻ പോകുന്ന സിനിമ. അതിലും തിരിച്ചുവരവ് കിട്ടിയിട്ടില്ലെങ്കിൽ സൂര്യയെ തിരിച്ചു കൊണ്ടുവരുവാൻ ലോകേഷ് കനകരാജനെ വിചാരിക്കേണ്ടി വരും. റോളക്സിന്റെ സ്പിൻ ഓഫോ ഇരുമ്പ് കൈ മായാവിയോ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമേ സൂര്യക്ക് ഇനിയൊരു കംബാക്ക് കിട്ടുള്ളൂ. സൂര്യ എന്ന നടന്റെയും താരത്തിന്റെയും തിരിച്ചുവരവിനായി ഞാൻ കാത്തിരിക്കുന്നു എന്നൊരു വിജയ് ഫാൻ.